എൻ്റെ ലൈഫിൽ ഞാൻ മനസ്സറിഞ്ഞ സന്തോഷിച്ച ദിവസങ്ങളിൽ പെട്ടൊരു ദിവസമാണ് കേട്ടോ ഒന്ന്. അപ്പം പിന്നെ ആ ഒരു സന്തോഷത്തിന് അതിന് മാത്രം ആയുസില്ല എന്ന് പിന്നീട് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ മൂന്നാമത്തെ മോൻ്റെ ഡ്രസ്സും കാര്യങ്ങളാണ്. അപ്പോൾ അത് മോന് ഇന്നാണ് ജനിച്ചത്, നവംബർ 25-നാണ് കേട്ടോ മോൻ്റെ ഇത് ഡേറ്റ് ഓഫ് ബർത്ത്. ഇപ്പം ഉണ്ടെങ്കിൽ 12 വയസ്സായിട്ടുണ്ടാവും. പക്ഷേ ഞാനെപ്പോഴും എനിക്കിപ്പോഴും ആ ഒരു 12 വയസ്സിലുള്ളൊരു ഇത് ഞാൻ ഇതുവരെ സങ്കല്പിച്ച് നോക്കിയിട്ടില്ല. എൻ്റെ കയ്യിൽ നിന്ന് ഏതൊരു ടൈമിലാണോ പോയത് ആ ഒരു ഇതിൽ തന്നെ ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇതാണ്. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ ഞാൻ കുറേയായി ഞാനിത് നോക്കലേ ഇല്ല. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഇങ്ങനെ തന്നെ നോക്കി വെച്ചതാണ്, പിന്നെ ഞാൻ നോക്കിയിട്ടില്ല. എനിക്ക് നോക്കുമ്പോൾ പിന്നെ ഭയങ്കര പിന്നെ ഒരിതാണ്, തലവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നോക്കലേ ഇല്ല. പക്ഷേ ഇപ്പം ഞാൻ എന്തായാലും എല്ലാ ബർത്ത്ഡേക്കും ഞാനെടുത്ത് ഇങ്ങനെ നോക്കും. അപ്പോൾ ഈ ഒരു ഡ്രസ്സായിരുന്നു ലാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ഡ്രസ്സിൽ മോൻ്റെ ഒരു കരച്ചിലിൻ്റെ ഇതുണ്ട്, പിന്നെ വയർപ്പിൻ്റെ ഒരു ഇതുണ്ട്. അതൊക്കെ ഇപ്പം പോയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും അതിങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് ഒരു അടുത്തുള്ളൊരു ഫീലാണത്. ഞാൻ മോനിങ്ങനെ പോയ സമയത്തൊക്കെ ഭയങ്കര ഒരു ഡിപ്രഷൻ്റെ ഒക്കെ ഒരു ടൈമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കാണാനൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെ പറയും സാറില്ല 4 മാസമല്ലേ ആയിട്ടുള്ളൂ എന്നൊക്കെ ഉള്ളത്. പക്ഷേ നമ്മൾ കൺസീവ് ആയത് മുതൽ പിന്നെ നമുക്ക് ആ ഒരു മുഖം കൺസീവ് ആയ മുതൽ തന്നെ നമ്മളും ആ ഒരു കുട്ടീനെ വല്ലാണ്ട് അങ്ങോട്ട് ആഗ്രഹിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കതൊരിക്കലും മറക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഞാനത് മറക്കണമെങ്കിൽ ഞാൻ മരിക്കണം. ഏറ്റവും ഈ ഭൂമിയിലുള്ള ഏറ്റവും വലിയ ദുരിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുക നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമമാണ്. അതിനുശേഷം എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് മക്കൾക്ക് ചെറുതായിട്ട് എന്തെങ്കിലും വരുമ്പോഴേക്ക് ഞാൻ അതിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ഞാൻ ചിന്തിക്കൽ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ കുറേ ഇങ്ങനെ കടന്നു പോയതുകൊണ്ടായിരിക്കും പെട്ടെന്ന് അങ്ങോട്ടേക്കൊക്കെയാണ് എൻ്റെ മൈൻഡ് എത്തുക. അപ്പോൾ ഞാൻ ആകെ ഒരു ബ്ലാങ്ക് ഔട്ടായി പോകും. ഇത്രയും വർഷമായിട്ടും ഞാനും ഇതൊന്നും റിക്കവർ ആയിട്ടൊന്നുമില്ല. പക്ഷെ നമ്മളെ കാണുന്ന ആൾക്കാർക്ക് ഒരു പക്ഷെ അങ്ങനെ തോന്നൂല. അപ്പോൾ നമ്മൾ ആ ഒരു വിഷയമൊന്നും അങ്ങനെ സംസാരിക്കാറില്ലല്ലോ. പക്ഷെ നമ്മളെ മനസ്സിൽ എപ്പോഴും നമ്മൾ മരിക്കുന്നവരെ ഉണ്ടാവും നമ്മൾ കണ്ടൊരു മുഖമാണെന്നുണ്ടെങ്കിൽ. ചിലപ്പം വിധിയായിരിക്കും. പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കട്ടോ, എന്തിനാ അങ്ങനെ തന്നിട്ട് ഒരു നമ്മളെ കയ്യിൽ നിന്ന് പിടിച്ച് വലിച്ചു കൊണ്ടുപോകണമാതിരി പഠിച്ചോൻ കൊണ്ടായത് എന്നുള്ളത്. പിന്നെ എല്ലാത്തിനും ഒരു കാരണം ഉണ്ടല്ലോ പഠിച്ചോൻ്റെ കയ്യിൽ അങ്ങനെ. പക്ഷെ നമ്മളെ എന്താ പറയുക എന്നേക്കുള്ളൊരു സമാധാനക്കേടാണ്.